Hello everyone, welcome to Jupod Plus 2 Commerce and Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപോഡിന്റെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് ഞങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് വരാന്നുള്ളത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാമിന് മാത്രമല്ല, നിങ്ങൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 16 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ നിങ്ങളുടെ വാല്യുവേഷൻ നടക്കും. അതായത് ഇന്ന് മുതൽ പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെയും പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതിന്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് ശ്രദ്ധിക്കണേ. പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് ഏകദേശം മെയ് 2nd or 3rd വീക്കാണ്. ശ്രദ്ധിക്കണേ, മെയ് 2nd or 3rd വീക്ക്, മെയ് 2ാമത്തെ ആഴ്ചയോ മെയ് 3ാമത്തെ ആഴ്ചയും ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്ന പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയിട്ടുള്ള ആളുകളുടെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കട്ടോ. അപ്പോൾ മെയ് 2ാമത്തെ ആഴ്ചയോ മെയ് 3ാമത്തെ ആഴ്ചയോ ആണ് എന്ത്, നിങ്ങളുടെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രഖ്യാപിക്കുക നിങ്ങളുടെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ആണ്. പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുക? മെയ് 2nd വീക്ക്, മെയ് 2ാമത്തെ ആഴ്ചയോ മെയ് 3ാമത്തെ ആഴ്ചയോ നിങ്ങളുടെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കും. ഇനി പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുക? മെയിലെ 4th വീക്ക് ആട്ടോ, മെയിലെ 4ാമത്തെ ആഴ്ച. മിക്കവാറും മെയ് 25 ആവാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. അപ്പോൾ മെയ് 4th വീക്ക് അഥവാ മെയ് 4ാമത്തെ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്ലസ് ടു പബ്ലിക് എക്സാമിന് റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് റിസൾട്ട് മെയ് 2nd ആൻഡ് മെയ് 3rd വീക്ക്, മെയ് 2ാമത്തെയും 3ാമത്തെയും വീക്കിൽ ആഴ്ചയിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യും, പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. മെയ് 4th വീക്ക്, മെയ് 4ാമത്തെ ആഴ്ചയാണ് എന്ത് ചെയ്യുക, പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ആദ്യം ഇംപ്രൂവ്മെന്റ് എക്സാമിന് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും സാറേ ടെൻഷൻ ആവുന്നു, പേടിയാവുന്നു, എന്താ ചെയ്യുക? ഒരു പേടിയും പേടിക്കണ്ട, ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ എഴുതിയത്, നിങ്ങൾ എത്രത്തോളം ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എഴുതിയത് എന്താണോ അത് നിങ്ങൾ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സ് കറക്റ്റായിട്ട് വാല്യൂ ചെയ്ത് അതിൽ എത്രത്തോളം ശരിയുണ്ടോ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട. ബി കൂൾ, ബി ഓക്കെ, ബി ഹാപ്പി, ബി മോട്ടിവേറ്റഡ്. ഒരു ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് മെയ് 2ാമത്തെ ആഴ്ചയോ 3ാമത്തെ ആഴ്ചയോ, പ്ലസ് ടു പബ്ലിക് എക്സാമിന് റിസൾട്ട് മെയ് 4ാമത്തെ ആഴ്ച പ്രഖ്യാപിക്കും. പ്ലസ് ടു പബ്ലിക് എക്സാം മോസ്റ്റ് പ്രോബബ്ലി മെയ് 25 ചാൻസ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വാല്യുവേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു, നന്നായിട്ട് സെറ്റ് ആക്കിയിട്ട് ഓക്കെ ആയിട്ടിരിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.